ലൈംഗികാതിക്രമ കേസുകളിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി. പരാതിക്കാർ അനുമതി നൽകിയാലും പേര് വെളിപ്പെടുത്തുന്നത് അനുചിതം. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമുക്കറിയാം ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ളത് നിയമം തന്നെയാണ്. പക്ഷേ പരാതിക്കാർ തന്നെ അനുമതി നൽകിയാലും പേര് വെളിപ്പെടുത്തുന്നത് അനുചിതം എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിവരങ്ങൾ. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടിയുടെ പേര് വെളിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസുകളിലെ അതിജീവിതമാരുടെ അല്ലെങ്കിൽ ഇരകളുടെ പേര് യാതൊരു കാരണവശാലും വെളിപ്പെടുത്തരുത്. പരാതിക്കാർ ഇതിന് അനുമതി നൽകിയാൽ പോലും പേര് വെളിപ്പെടുത്തുന്നത് അനുചിതമെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരിയുടെ പേര് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തി അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയതിനും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നിലവിൽ തീർപ്പാക്കിയിരിക്കുകയാണ്. നോട്ടീസ് നൽകി മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്നാണ് ഹൈക്കോടതി നിലവിൽ പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. പോലീസ് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് രാഹുൽ ഈശ്വറിന്റെ എതിരായിട്ടുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നടി ആണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസ് എടുത്തുകൊണ്ടുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചോദ്യം ചെയ്യുന്നത് മുൻകൂർ നോട്ടീസ് നൽകി വേണമെന്നുള്ള ഒരു നിർദ്ദേശം പോലീസിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് യാതൊരു കാരണവശാലും ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകളുടെ പേരുകൾ യാതൊരു ഘട്ടത്തിലും പുറത്തുവിടരുത്, രേഖപ്പെടുത്തരുത്, ഒപ്പം തന്നെ അത് വെളിപ്പെടുത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം കൂടി ഈ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. രോഹിണി.